അഹങ്കാരത്തെ തൊട്ട് അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. കിബർ നശിപ്പിക്കും. കിബർ മനുഷ്യനെ ഒന്നുമല്ലാതെയാക്കും. ഇബ്ലീസിനെ അല്ലാഹു നശിപ്പിച്ചതും കിബർ കൊണ്ടാണ്. ഇൽമുണ്ട്, ആ ഇൽമ് കിബറിനാൽ പൊതിയപ്പെട്ടു. അതിന്റെ പരിണിത ഫലം നമ്മൾ പറഞ്ഞു. തൗബ ചെയ്യാൻ പോലുമുള്ള ഒരു മനസ്സ് ഇബ്ലീസിന് കിട്ടിയില്ലല്ലോ അല്ലേ? പറഞ്ഞില്ലേ? നിങ്ങളത് മറന്നോ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടിയപ്പോ മൂസയെ നിന്നല്ലാഹു തെരഞ്ഞെടുത്തു, നിന്നോട് നിന്റെ റബ്ബ് സംസാരിച്ചു, നീ വലിയ ദറജയിലുള്ള ആളാണ്, ഞാനാവട്ടെ അല്ലാഹു പറഞ്ഞതിനെതിര് ചെയ്ത ആളാ, അതുകൊണ്ട് എനിക്കൊന്ന് തൗബ ചെയ്യാൻ ആഗ്രഹമുണ്ട്. നീ നിന്റെ റബ്ബിനോട് നീ സംസാരിക്കുമ്പോൾ എന്റെ കാര്യം റബ്ബിനോടൊന്ന് പറയണം, എനിക്ക് തൗബ കിട്ടാൻ. ആയിക്കോട്ടെ, ശരി, അള്ളാഹ്ക്ക് തൗബ ഭയങ്കര ഇഷ്ടാണ്, നിന്റെ കാര്യം ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞു. അള്ളാഹിനോട് മൂസാ നബി പറയും ചെയ്തു. അപ്പൊ അള്ളാഹു പറഞ്ഞു ആയിക്കോട്ടെ, അതിനെന്താ, തൗബ സ്വീകരിക്കാലോ. പക്ഷെ ഒരു കാര്യം, എന്താണ് കാര്യമെന്നല്ലേ? ആദം നബിയുടെ ഖബറും പുറത്തു പോയൊന്ന് സുജൂദ് ചെയ്യേണ്ടതാ. അത്രേ ഉള്ളൂ. തൗബ സ്വീകരിക്കാം. അവൻ ചെയ്ത തെറ്റ് ആദം നബിക്ക് സുജൂദ് ചെയ്തില്ല എന്നതാണ്. അതുകൊണ്ട് ആദം നബിയുടെ ഖബറും പുറത്തു പോവണം, സുജൂദ് ചെയ്യണം. ഉടനടി അവന്റെ തൗബ സ്വീകരിക്കാം. മൂസാ നബിക്ക് സന്തോഷായി. അള്ളാഹു തൗബ സ്വീകരിക്കൂല എന്നല്ലല്ലോ പറഞ്ഞത്, തൗബ സ്വീകരിക്കുന്നല്ലേ പറഞ്ഞത്. ഇബ്ലീസിനെ കണ്ടുമുട്ടി ഇബ്ലീസ് മൂസാ നബിയോട് ചോദിച്ചു, എന്റെ കാര്യമെന്തായി? ഉടനെ മറുപടി ഇങ്ങനെയാണ്, നിന്റെ കാര്യം ഇലാഹായ റബ്ബിനോട് ഞാൻ പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ തൗബ സ്വീകരിക്കാമെന്ന് അല്ലാഹു ഏറ്റിട്ടുണ്ട്. ഇലാഹായ റബ്ബിനോട് പറഞ്ഞ കാര്യം ഇതാണ്, നിന്നോട് ആദം നബിയുടെ ഖബറും പുറത്തു പോയി സുജൂദ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അഹങ്കാരി രണ്ട് കേൾക്കേണ്ട താമസം പുച്ഛത്തോടുകൂടെ പറഞ്ഞു, മൂസേ, എന്താ നിന്റെ റബ്ബ് പറഞ്ഞത്? ഞാൻ പോയിട്ട് ആദമിന്റെ ഖബറും പുറത്ത് സുജൂദ് ചെയ്യണമെന്നോ? യദോലം മസ്ജുദ് ലഹു ഹയ്യാ അസ്ജുദ് ലഹു മൈതാ. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആദമിന് നാം സുജൂദ് ചെയ്തിട്ടില്ല, എന്നിട്ടാണോ മയ്യത്തായ ആദമിന്റെ ഖബറും പുറത്തു പോയി ഞാൻ സുജൂദ് ചെയ്യുന്നത്? അത് നടക്കുന്ന കാര്യമല്ല. നിന്റെ റബ്ബിന് ഞാൻ ആരാന്ന് മനസ്സിലായിട്ടില്ല, തൽക്കാലം ആ തൗബ എനിക്ക് വേണ്ടാന്ന് റബ്ബിനോട് പറഞ്ഞേക്കൂ എന്ന് ഇബ്ലീസുൽ ലഈൻ. നിങ്ങൾ ആലോചിക്കുക, കിബ്ർ മനുഷ്യനെ തകർത്ത് കളയും. മഅദല്ലാഹ്, അല്ലാഹു കാക്കട്ടെ. നിങ്ങൾ ആമീൻ പറയുന്നില്ല, അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് ഒന്നുകൾ മുതകബ്ബിറു അഹങ്കാരിയാണ്. യുഹ്ശറുൽ മുതകബ്ബിറൂന യൗമൽ ഖിയാമത്തി അംസാലുൽ ദർരി ഫീ സുവരിർ റിജാൽ. അണുമണിത്തൂക്കം കിബ്ർ ഹൃദയത്തിൽ ഉണ്ടായാൽ സ്വർഗം ഹറാമാണ്. ആ കിബ്ർ കൊണ്ട് പരലോകത്ത് ലഭ്യമാകുന്ന നിന്യത കണക്കിലെടുക്കണം. എത്രത്തോളം ദുനിയാവിലെ അഹങ്കാരികളെ അള്ളാഹു പരലോകത്ത് നിസാരപ്പെടുത്തുന്നറിയോ? പടച്ചോനെ, ഇത് ഉറങ്ങിയാണോ കേൾക്കുന്നത്? ഒന്ന് എഴുന്നേറ്റുന്നൊരു 3 സ്വലാത്തിൽ ഇരുന്നാണി. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. ആ കയ്യൊക്കെ ഒന്നിട്ട് ഉയർത്തി ഒന്നിട്ട് കുടഞ്ഞിട്ട് ഒന്ന് ഉഷാറായിട്ടിരിക്കി. നമ്മൾ ഈ പറഞ്ഞ വിവരം അറിയാത്തവരാരുണ്ടോ? നിങ്ങൾ ഒന്നിടത്തോട്ടും വലത്തോട്ടൊക്കെ നോക്കി. നമ്മൾ ഈ പറഞ്ഞ വിവരം അറിയാത്തവരാരുണ്ടോ? നല്ല തണുപ്പല്ലേ, നല്ല ഉറങ്ങാൻ പറ്റിയ കാലാവസ്ഥയും. അല്ലാഹുവേ, റിസ്ക് എടുത്ത് വന്നവരാണ്. ഇതിന്റെ എല്ലാ ഖൈറും നീ നൽകണേ റബ്ബേ.
അതുകൊണ്ട് എല്ലാ വിജയവും നീ നൽകണേ റബ്ബേ. ഇതൊക്കെ ആഖിറത്തിലേക്ക് വലിയ മുതൽ കൂട്ടാക്കണേ റബ്ബേ. നിങ്ങൾ ശ്രദ്ധിക്ക്, ദുനിയാവിൽ നിന്ന് ഞാൻ തന്നെയാണ് വലിയ ആള്, എന്നെക്കാൾ വലിയ ആൾ ആരുമില്ല, എല്ലാവരും ഞാൻ പറയുന്ന അനുസരിച്ചോളണം. ഈ അഹങ്കാരത്തിന്റെ ചിന്തയുമായി നടക്കുന്നവർക്ക് പരലോകത്ത് അല്ലാഹു കൊടുക്കണ ഒരു നിന്ദ്യത കേൾക്കണം. ഉറുമ്പിന്റെ വലുപ്പത്തിലാക്കി അല്ലാഹു അവരെ മാറ്റും. എന്നിട്ട് ആളുകൾ അവരെ ചവിട്ടി കടന്നു പോകും. അല്ലാഹു കാക്കട്ടെ. ഹദീസല്ലേ, ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, യുഹ്ശറുൽ മുതകബ്ബിറൂന യൗമൽ ഖിയാമ അംസാലദ്ദർരി ഫീ സുവരിർ റിജാൽ. ആളുകളുടെ അതേ രൂപത്തിൽ ചെറിയ ഉറുമ്പിന്റെ വലുപ്പത്തിലാക്കി മനുഷ്യനെ അല്ലാഹു മാറ്റുന്നതാണ്. യഗ്ശാഹുമുദ്ദുല്ലു മിൻ കുല്ലി മകാൻ യുസാഖൂന ഇലാ സിജ്നിൻ മിൻ ജഹന്നമ യുസ്ഖൗന മിൻ ഉസാറത്തി അഹ്ലിന്നാർ. ഇമാം അഹ്മദും തിർമിദിയും ഉദ്ധരിച്ച ഹദീസാണിത്. അവരെ എല്ലാ നിലയിലും നിന്ദ്യത പൊതിയും. ആളുകൾ അവരെ ചവിട്ടി കടന്നു പോകും. അവരെ ബൂലുസ് എന്ന് പേരുള്ള നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. അവിടെ വെച്ച് നരകക്കാരുടെ ചലം കുടിച്ച് കഴിയാൻ വിധിക്കപ്പെടും. അല്ലാഹു കാക്കട്ടെ. അപ്പോൾ പേടിക്കണം. പിശാചിന്റെ ആളുകളാണ്, മിത്രങ്ങളാണ്, കൂട്ടാളികളാണ് മുതകബ്ബിരീങ്ങൾ, അഹങ്കാരികൾ. അല്ലാഹുവേ നീ കാക്കണേ പടച്ചോനെ.